വിജയേട്ടാ നമസ്കാരം. നമസ്കാരം. കഴിഞ്ഞ ദിവസം പാകിസ്ഥാന്റെ അതിർത്തി, അതായത് ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തിയിൽ LOCയിൽ ഒരു സംഭവം ഉണ്ടായി. അത് മാധ്യമങ്ങളെല്ലാം തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ ദ ഹിന്ദുവിന്റെ ഒരു ട്വീറ്റ് കോട്ട് ചെയ്ത് ഇവിടെ അത് പറയാം. അതായത് സെക്യൂരിറ്റി ഫോഴ്സസ് ഹാവ് ലോഞ്ച്ഡ് എ സെർച്ച് ഓപ്പറേഷൻ ആഫ്റ്റർ അറൌണ്ട് half a dozen drones from Pakistan were sighted hovering over several forward areas along the line of control in Poonch district of Jammu and Kashmir, officials said on August 25, 2025. അതായത് നമ്മുടെ ഈ LOCക്ക് സമീപം 1/2 ഡസൻ പാകിസ്ഥാൻ ഡ്രോണുകൾ പറന്നു എന്നുള്ളതാണ് ആ റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും പാകിസ്ഥാനും ഇന്ത്യയും തമ്മിലുള്ള ഒരു യുദ്ധം ഏത് നിമിഷം വേണമെങ്കിലും പൊട്ടിപ്പുറപ്പെടാം എന്നുള്ളൊരു സാഹചര്യത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. ഓപ്പറേഷൻ സിന്ദൂർ അവസാനിച്ചിട്ടില്ല എന്ന് പറയുന്നു. ഇപ്പോഴിതാ നമ്മുടെ ചീഫ് ഓഫ് ഡിഫൻസ് അനിൽ ചൗഹാന്റെ വലിയൊരു പ്രസ്താവന വന്നിരിക്കുന്നു. അദ്ദേഹം പറയുന്നത് സമാധാനം നിലനിർത്തണമെങ്കിൽ യുദ്ധത്തിന് തയ്യാറാകുക. ഇതൊരു സ്പാനിഷ് പ്രോവർബാണ്. കഴിഞ്ഞ ദിവസം അദ്ദേഹം കോട്ട് ചെയ്തതാണ്. ഇന്ത്യയുടെ ചീഫ് ഓഫ് ഡിഫൻസ് അദ്ദേഹം കഴിഞ്ഞ ദിവസം ചൈനയ്ക്കും പാകിസ്ഥാനും നേരിട്ടാണ് മുന്നറിയിപ്പ് നൽകിയത്. രാജ്യത്തിന്റെ സുരക്ഷയെക്കുറിച്ചും ഭാവി തയ്യാറെടുപ്പുകളെക്കുറിച്ചും ധാരാളം വിവരങ്ങൾ നൽകിയതിന്റെ കൂട്ടത്തിലാണ് അദ്ദേഹം ഒരു യുദ്ധം വേണ്ടി വരും എന്നൊരു ലാറ്റിൻ പഴഞ്ചൊല്ല്, സമാധാനം നിലനിർത്താൻ അധികാരം ആവശ്യമാണ്, കാരണം സമാധാനം നിലനിർത്തണമെങ്കിൽ യുദ്ധത്തിന് തയ്യാറാകണം. അദ്ദേഹം ആ ലാറ്റിൻ പഴഞ്ചൊല്ല് കോട്ട് ചെയ്തുകൊണ്ടാണ് പറഞ്ഞത്. ഇത് ഓക്കെ, അവിടെ ഇരിക്കട്ടെ. വേറൊരു റിപ്പോർട്ട് പുറത്തു വരുന്നുണ്ട്. അത് രസകരമായിട്ടുള്ള ഒരു റിപ്പോർട്ടാണ് കേട്ടോ. ഇപ്പൊ പാകിസ്ഥാനിൽ വലിയ പ്രളയം നടക്കുക. 1000 പേരിലധികമാണ് ഈ പ്രളയത്തിൽ പാകിസ്ഥാനിൽ മരിച്ചുപോയത്. കഴിഞ്ഞ ദിവസം നമ്മുടെ സത്ലജ് ഡാം തുറന്നു വിട്ടു എന്ന് പറഞ്ഞ് ഈ പാകിസ്ഥാനിലുള്ള കുറെ ആൾക്കാർ കിടന്ന് ബഹളം വയ്ക്കുന്നുണ്ടായിരുന്നു. നമുക്ക് നേരെയല്ല, ഗവൺമെന്റിന് നേരെയാണ്. ഒരുപാട് ഗ്രാമങ്ങൾ ഒലിച്ചുപോയി, 2 പേരെ കാണാതായി എന്നൊക്കെ പറഞ്ഞ് വലിയ രീതിയിലുള്ള ബഹളമായിരുന്നു അവർ വെച്ചുകൊണ്ടിരുന്നത്. അപ്പോ ഇതിനിടയിൽ നമ്മുടെ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി ഒരു പ്രസ്താവന ഇറക്കി. പാകിസ്ഥാനെ 12 പ്രവിശ്യകളായിട്ട് മുറിക്കും എന്നാണ് ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി പറഞ്ഞത്. ഈ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിയുടെ ഈ പ്രസ്താവനയ്ക്ക് ടെഹ്രീകെ താലിബാൻ പിന്തുണയുമായി രംഗത്തെത്തി. നിലവിൽ 4 പ്രവിശ്യകളാണ് പാകിസ്ഥാനുള്ളത്. അത് നമ്മൾ 12 പ്രവിശ്യകളാക്കും എന്നാണ് ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി പറഞ്ഞത്. ഈ ഗ്രൗണ്ട് റിപ്പോർട്ട് നോക്കുമ്പോൾ പാകിസ്ഥാനിലെ ഗ്രൗണ്ട് റിപ്പോർട്ട് നോക്കുമ്പോൾ അവിടുത്തെ സർക്കാർ വളരെയധികം അസ്വസ്ഥരാണ്. അതിന്റെ പ്രധാനപ്പെട്ട കാരണം, ഈ ഗ്രൗണ്ട് റിപ്പോർട്ട് നോക്കുമ്പോൾ ജനങ്ങളുടെ സപ്പോർട്ട് ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിക്കും തെഹ്രീകെ താലിബാനും. അപ്പൊ സർക്കാർ വിചാരിച്ചു ഇതെന്താണ് ഈ തീവ്രവാദ സംഘടനയ്ക്ക് ആരെങ്കിലും സപ്പോർട്ട് കൊടുക്കും, കാരണം ഇവര് തീവ്രവാദ സംഘടനയാണെന്നാണ് അവിടുത്തെ സർക്കാർ നിരന്തരം പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവർക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ പാക് സർക്കാർ പാഴാണ്, ഒന്നും ഇവരെ കൊണ്ട് നടക്കുന്നില്ല. പ്രധാനമായിട്ട് ഓപ്പറേഷൻ സിന്ദൂറിൽ ഇവർക്ക് ഒന്ന് പെർഫോം ചെയ്യാൻ പറ്റിയില്ല. അടിയുണ്ട്, വിജയേട്ടൻ പറയാൻ പോലെ ചിപ്പം കെട്ടി. രണ്ടാമത്തെ കാര്യം, സിന്ധു നദീജല കരാർ, അതിൽ ഇതുവരെ ഒരു തീരുമാനം ഉണ്ടാകുന്നില്ല. ആൾക്കാർ ഇവിടെ പലായനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ പഞ്ചാബ് പ്രവിശ്യയിലെ ഒരു മുഴുവൻ പ്രദേശം തന്നെ കടലിനടിയിലാകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. സിന്ധു നദീജല കരാറിൽ ഒരു തീരുമാനം ഉണ്ടാവുന്നില്ല. സർക്കാർ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്, അല്ലാതെ വേറൊന്നും നടക്കുന്നില്ല. പിന്നെ ഈ സിന്ധു നദീജല കരാർ തിരിച്ച് കൊണ്ടുവരാനുള്ള ഒരു സംഭവം നടക്കുന്നില്ല. ഒരു ട്രീറ്റി പോലും വീണ്ടും അതിലൊരു സമാധാന ചർച്ച നടക്കുന്നില്ല. പിന്നെ എന്തിനാണ് ഇങ്ങനെ ഒരു സർക്കാർ എന്നുള്ളൊരു മനോഭാവം ജനങ്ങൾക്കിടയിൽ അതിഭീകരമായിട്ട് വന്നു. അപ്പൊ ഈ മനോഭാവം മുതലെടുക്കുകയാണ് ഈ ടെഹ്രീകെ താലിബാനും BLA. അവരുടെ കൂടെയാണ് ഇപ്പോൾ ജനപിന്തുണ അവർ കേറുന്നു എന്നാണ് ഗ്രൗണ്ടിൽ നിന്നും ഈ പാക് സർക്കാരിന് മനസ്സിലാകുന്നത്. അങ്ങനെ പാക് സർക്കാരിന് ഒരു റിപ്പോർട്ട് കിട്ടിയ ശേഷം പാകിസ്ഥാൻ സർക്കാർ വളരെ ആശങ്കാകുലരാണ്. പ്രത്യേകിച്ച് BLA 12 പ്രവിശ്യയാക്കും എന്നൊക്കെ പറഞ്ഞ ഈ ഒരു സാഹചര്യത്തിൽ പാകിസ്ഥാനുള്ളിൽ തന്നെ വലിയൊരു ആശങ്ക, ഒരു കലാപത്തിന്റെ ഒരു ഒരു അന്തരീക്ഷം, ഒരു കാർമേഘമൊക്കെ ഉരുണ്ടുകൂടുന്നുണ്ട്. അതിനിടയിലാണ് ഈ വേട്ടാവളിയന്മാർ ഇവിടെ കൊണ്ടുവന്ന് ഡ്രോൺ വരുത്തുന്നത്. നമ്മൾ ഒരു അടി തുടങ്ങിയ 12 അല്ല 16 പ്രവിശ്യയായി പോകും. അതുകൊണ്ടാണ് ഞാനിത് പറഞ്ഞത്. നമ്മളൊരു അടി തുടങ്ങിയ 16 പ്രവിശ്യയായി പോകും. അപ്പൊ നമുക്ക് എത്ര ധൈര്യം ഉണ്ട് ചോദിച്ചോട്ടെ ഇവിടെ കൊണ്ട് ഡ്രോൺ പറത്താനായിട്ട്? ഇവന്മാരെ അടി കൊണ്ടിട്ടേ പോകൂ എന്നുള്ള ലക്ഷ്യത്തിലാണോ പ്രവർത്തിക്കുന്നത്? അതെ, ഇവന്മാരെ ബാക്ക് ചെയ്യാൻ വേറെ ആരെങ്കിലും ഉണ്ടോ? അല്ലാതെ നമ്മുടെ നരസിംഹത്തിൽ ഒരു ഡയലോഗ് പറയുമല്ലോ, ആരോ ഒരു വൻശക്തി നിന്റെയൊക്കെ പിറകിലുണ്ടെന്ന് നമുക്കറിയാം, അല്ലാതെ നീ ഒന്നും ഇങ്ങനെ കളിക്കില്ല എന്ന് പറയുമല്ലോ. അപ്പോഴാണല്ലോ മോഹൻലാൽ മറ്റേ വെള്ളത്തിൽ നിന്ന് പൊങ്ങി വരുന്നത്. അതുപോലെ ഒരു വൻശക്തി ഇവന്മാരെ പിറകിലുണ്ടോ? എന്താ തോന്നുന്നത്? ഇത് ഈ കഴിഞ്ഞ ദിവസം നമ്മളൊരു നല്ല കാര്യം ചെയ്തു. അത് പാകിസ്ഥാൻ ഇനി ജീവിതം ചെയ്യുമെന്ന് തോന്നുന്നില്ല. അത് നമ്മൾ ഈ ഓപ്പറേഷൻ സിന്ധൂറിന് സമയത്ത് സിന്ധു നദീജല കരാർ നിന്ന് റദ്ദ് ചെയ്തു, അല്ലെങ്കിൽ നമ്മൾ സ്റ്റോപ്പ് ചെയ്ത് വെച്ചു. അപ്പൊ അതിന്റെ കൂടെ തന്നെ നമ്മൾ മറ്റൊരു പ്രഖ്യാപനങ്ങൾ നടത്തിയായിരുന്നു. നമ്മൾ ഇനി പാകിസ്ഥാനായിട്ട് നമ്മുടെ കാലാവസ്ഥ പരമായിട്ടുള്ള ഒരു മുന്നറിയിപ്പ് ഷെയർ ചെയ്യില്ല എന്നുള്ളത്. നമ്മുടെ രാജ്യമാണ്
നമ്മുടെ ഡേറ്റാസുകൾ ഷെയർ ചെയ്യുന്നത് മിക്കവാറും ആസിയാൻ രാജ്യങ്ങൾക്കും മറ്റു രാജ്യങ്ങൾക്കൊക്കെ ചെയ്യാറുണ്ട്. ഇനി മുതൽ ഞങ്ങൾ പാകിസ്ഥാനെ ചെയ്യില്ല, വെള്ളം മങ്ങോ തീ പിടിക്കുക എന്തെങ്കിലുമൊക്കെ ചെയ്യട്ടെ ഇവന്മാർക്ക്, ഞങ്ങൾ ഇനി മുന്നറിയിപ്പൊന്നും കൊടുക്കത്തില്ല. പക്ഷേ ഇന്ത്യ ഇന്നലെ നമ്മുടെ ജമ്മു കാശ്മീരിലെ കത്വ മേഖല ഉൾപ്പെടെ വലിയ വെള്ളപ്പൊക്കവും ഒക്കെ ഉണ്ടായിരുന്നു, മഴയും ഒക്കെ. ആ സമയത്ത് നമ്മൾ പാകിസ്ഥാൻ മുന്നറിയിപ്പ് കൊടുത്തു, ഒരു മനസാക്ഷി വെച്ചിട്ട്. കാരണം അവിടെ വെള്ളം പൊങ്ങി, അവിടെ ഒരു മനസാക്ഷി വെച്ചിട്ട് ഒരു വാണിംഗ് കൊടുത്തു, ഇത് കണക്ക് വെള്ളം പൊങ്ങുന്നുണ്ട്, വേണമെങ്കിൽ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ചെയ്യുന്നു. പാകിസ്ഥാൻ മാധ്യമങ്ങൾക്ക് ഇത് അവർ നൽകി. സാധാരണ ഇങ്ങനെയുള്ള വാണിങ്ങൾ ആരും നൽകാറില്ല. കാരണം ഇത് ഈ രണ്ട് രാജ്യങ്ങൾ തമ്മിൽ കൊടുക്കുന്ന ചില മുന്നറിയിപ്പ്, കാറ്റടിക്കും, കൊടുങ്കാറ്റടിക്കും, ഇല്ലെങ്കിൽ ചുഴലി വരും, പിന്നെന്താണ് മറ്റേ ഇതുണ്ടല്ലോ സുനാമി വരും എന്നൊക്കെ ഉള്ളത് കൊടുക്കാറുണ്ട്. അതിന്റെ അനുസരിച്ചിട്ടാണ് കൊടുക്കുന്നത്. ഇതിപ്പോ ഇത് വലിയ വാർത്തയാക്കി ഇവർ പറഞ്ഞു, കണ്ടില്ലേ ഇന്ത്യ ഇപ്പോൾ നമ്മുടെ അടുത്ത് പറഞ്ഞിരിക്കുന്നു വെള്ളം പൊങ്ങാൻ പോകുന്നു, വെള്ളം പൊങ്ങുന്നു, അതുകൊണ്ട് ഇത് ചെയ്യുന്നു. തൊട്ടടുത്ത നിമിഷം തന്നെ ഇന്ത്യയുടെ മറുപടി വന്നു, ഞങ്ങളത് കൊടുത്ത സർക്കാരിന് വേണ്ടിയിട്ടല്ല, നിരപരാധികളായ ജനം മരിക്കണ്ടല്ലോ എന്ന് കരുതിയിട്ട് ഞങ്ങൾ പറഞ്ഞതാണ്. ഇതാ ഞാൻ പറയുന്നത്, ഒരു ഉപകാരം ചെയ്തതാണ്. അതായത് വെള്ളം മുങ്ങിക്കഴിഞ്ഞാല് മുനീറല്ലല്ലോ മുങ്ങിച്ചാകുന്നത്, അല്ലെങ്കിൽ ഷഹബാസ് ഷെരീഫ് അല്ലല്ലോ മുങ്ങിച്ചാകുന്നത്, മറ്റേ സാധാരണപ്പെട്ട ജനമായിരിക്കും. അപ്പൊ അവരുടെ ജീവൻ ഒരു മനസാക്ഷി വെച്ചിട്ടാണ്. ഇതാണ് ഇന്ത്യ എല്ലാ കാലത്തും നമ്മൾ എപ്പോഴും പറയുന്നത് പോലെ ഇതാണ് ഇന്ത്യ. കാരണം നമുക്കൊരു മനസാക്ഷി ഉണ്ട് എല്ലായിടത്തും. അത് ഒരുപക്ഷെ ഈ രാജ്യത്തിന്റെ പൈതൃകമാകാം, ഹൈന്ദവ പൈതൃകമാകാം. അത് എല്ലാവരോടും ഒരു സഹിഷ്ണുത കാണിക്കുക, വിശാല മനസ്കത കാണിക്കുക എന്നുള്ളത് അതിന്റെ ഭാഗമായിട്ടാണ് കൊടുത്തത്. വെള്ളം പൊങ്ങുന്നു, ഞങ്ങളുടെ അവിടെ വെള്ളം പൊങ്ങും, നിങ്ങളുടെ അവിടെ വെള്ളം പൊങ്ങാൻ സാധ്യത കൂടുതലാണെന്ന് പറഞ്ഞപ്പോൾ അതിനെ ഹൈലൈറ്റ് ചെയ്തുകൊണ്ട് ഇന്ത്യ എന്തോ ആ അടിയറവ് പറഞ്ഞു എന്നുള്ള രീതിയിലാണ് ആ മാധ്യമങ്ങൾ വാർത്ത കൊടുത്തത്, അവിടുത്തെ ഭരണാധികാരികൾ പെരുമാറിയത്. ഇനി ജീവിതത്തിൽ കൊടുക്കൂ, ഇനി വെള്ളം പൊങ്ങയല്ല, ഇനി അഗ്നിപർവ്വതം പൊട്ടിയല്ല, എന്തെങ്കിലും കൊടുക്കൂ, ഒരു സുനാമി വന്നാൽ പോലും ഇല്ല. ഇതാണ് അവരുടെ ഒരു ബേസിക് നേച്ചർ പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്നലെ നടന്ന ഒരു സംഭവത്തെ ഞാനിവിടെ പറഞ്ഞത്. മറ്റൊന്ന്, ഇതിനുള്ള ഒരു അടിക്കുള്ള എല്ലാ സാധ്യതയും ഉണ്ട് എന്ന് നമ്മൾ പലവട്ടം ചർച്ച ചെയ്തിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട കാര്യം, നിലവിൽ ശ്രീ അസീം മുനീർ ഏകദേശം പാകിസ്ഥാന്റെ ഭരണാധികാരി ആയിക്കഴിഞ്ഞു. ഇനി ഒരു ഒഫീഷ്യലായിട്ടൊരു ഡിക്ലറേഷൻ മാത്രമേ നടക്കാനുള്ളൂ. ഈ ഒരു അവസരത്തിൽ ആണ് ഇയാൾക്ക് ഇനി അവിടെ ഈ ഭരണാധികാരിയായിട്ട് അയാൾക്ക് ഊർജിതമായി ഒരു ഏകാധിപതിയായി ഭരണം നടത്തണമെങ്കിൽ ജനങ്ങളുടെ സപ്പോർട്ട് ആവശ്യമാണ്. ജനങ്ങളുടെ സപ്പോർട്ട് ആവശ്യമാണെന്നുണ്ടെങ്കിൽ സാധാരണ എല്ലാവരും ചെയ്യുന്നത് ജനങ്ങൾക്ക് വലിയ വികസനമൊക്കെ, നരേന്ദ്രമോദി നേതാവായത് യുദ്ധം ചെയ്തിട്ടല്ല, നരേന്ദ്രമോദി നേതാവായത് ജനങ്ങൾക്ക് വികസനം എത്തിച്ചുകൊണ്ടും ശൗചാലയം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എത്തിച്ചുകൊണ്ടും റോഡ് വികസനം എത്തിച്ചുകൊണ്ടും റെയിൽ വികസനം എത്തിച്ചുകൊണ്ടും ഒക്കെ വിസിബിൾ ആയിട്ട് ജനങ്ങൾക്ക് കാണാവുന്ന വികസനം എത്തിച്ചപ്പോഴാണ് അദ്ദേഹം ലീഡറായത്. പക്ഷെ അസീം മുനീറിന് അങ്ങനെ ചെയ്യാൻ പറ്റില്ല. കാരണം അതിന് മാത്രമുള്ള പാങ് അവിടെ പണ്ടും ഇല്ല, ഇപ്പോഴും ഇല്ല, അതിനുള്ള മനസ്സ് അവിടുത്തെ ഒരു ഭരണാധികാരികൾക്കുമില്ല. നല്ല റോഡ് കൊടുക്കാം, ഈ വിലക്കയറ്റം കുറയ്ക്കാം എന്നൊന്നും അല്ല അവർ ചിന്തിക്കുന്നത്. പെട്ടെന്ന് കണ്ണിൽ പൊടിയിടാൻ ഒറ്റ മാർഗ്ഗമേ ഉള്ളൂ, ഇന്ത്യക്കെതിരെ ശത്രുത വളർത്തുക, ഇന്ത്യയായിട്ട് അറ്റാക്ക് നടത്തുക. അപ്പൊ സ്വാഭാവികമായതുണ്ട്, ഇപ്പൊ എനിക്കെതിരെ എന്റെ രാജ്യത്ത് വലിയ പ്രതിഷേധം ഉയരുന്ന സമയത്ത് ഞാനൊരു അറ്റാക്ക് നടത്തി കഴിഞ്ഞാൽ സ്വാഭാവികമായി ജനത്തിന് എന്നെ ആവശ്യമാണ്. ആ ഒരു രീതിയിലേക്ക് പുള്ളിക്ക് ഒരു വീരനാകണം, അതാണ് പുള്ളിയുടെ ഒരു പ്രധാന പ്രശ്നം. ഇതിനു മുമ്പിരുന്ന പാകിസ്ഥാന്റെ സൈനിക മേധാവികൾ പർവേഷ് മുഷാറഫ് ആയാലും ഒക്കെ ഒരു വീര പരിവേഷത്തിൽ നിന്ന പാർട്ടികളാണ്, ധീരൻ എന്നുള്ള. കാരണം ഇങ്ങനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റവരെ പോലെ അല്ലായിരുന്നു. മുക്കിന് ചെറിയ ചെറിയ മീറ്റിങ്ങിലും റാലിയിലൊക്കെ പങ്കെടുക്കും, അവിടെ വെച്ച് ഘോരം പറയും, ഞങ്ങൾ കൊന്നുകളയും, തിന്നുകളയും, ബോംബിടും, മിസൈലിടും എന്നൊക്കെ പറയും. ഇങ്ങനെ പറയുന്ന ഒരു ടീമാണ്. അപ്പൊ ആ ധീരത തെളിവാക്കാൻ, ധീരതയൊക്കെ പോയി. കാരണം ഓപ്പറേഷൻ സിന്ദൂറിൽ അടികിട്ടി, നേരത്തെ ചിപ്പം കെട്ടിപ്പോ അടികിട്ടി. അവസാനം എന്ത് പറ്റി, പ്രധാനമന്ത്രി പോലും ഉടുതുണിക്കും മറുതുണിയിലൊക്കെ ഓടി ബങ്കറിൽ പോയിരിക്കേണ്ടി വന്നു. മുനീറിനെ കുറിച്ച് സിന്ദൂർ തീരുന്നവരാരും കേട്ടിട്ടില്ല. അപ്പൊ അതിൽ നിന്ന് തന്നെ പാക് ജനതയുടെ വിശ്വാസത നമുക്കൊരു സൈന്യാധിപൻ എന്തിനു കൊള്ളാം തിരിച്ചറിഞ്ഞെങ്കിൽ നമുക്കും തോന്നില്ലായിരുന്നോ? നമ്മുടെ രാജ്യമാണ്, പാകിസ്ഥാനെ പോലെ ആയിരുന്നെങ്കിൽ നമ്മളും തോന്നില്ല, എന്തിനാണ് സൈന്യം, ഇയാള് ഭയങ്കര തള്ളായിരുന്നല്ലോ എന്നൊക്കെ നമുക്കും തോന്നും. അപ്പൊ ആ അവസ്ഥയിലാണ് മുന്നീർ. അങ്ങനെ കിട്ടിയപ്പോഴാണ് നമ്മുടെ ട്രംപിനെ കിട്ടിയത്. അപ്പൊ ട്രംപ് നോക്കുമ്പോൾ കൊള്ളാം, എനിക്ക് നോബൽ പ്രൈസിന് ശുപാർശ ചെയ്യാൻ പറ്റിയ ഒരാള്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യക്കെതിരെ ഉപയോഗിക്കുക. പാകിസ്ഥാനെ പണ്ട് തൊട്ടേ അമേരിക്ക ഇന്ത്യക്കെതിരെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് അവന്മാർ തന്നെ പറയുന്നുണ്ട്, പാകിസ്ഥാൻ ഞങ്ങളുടെ ഭീകരന്മാരെ മുഴുവൻ ഉണ്ടാക്കിയെടുത്തത് അമേരിക്കയ്ക്ക് വേണ്ടിയാണ്. അപ്പം ഏതായാലും അതിന്റെയും കൂടെ ഒരു ഹുങ്ക് അങ്ങനെ നിൽക്കുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ ഈ ഒരു അടിക്കായിട്ട് ഒരുങ്ങുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് ഒരു വലിയ ഭാഗ്യം കൂടെ കിട്ടിയിട്ടുണ്ട്. നമ്മൾ എല്ലാവരും വിചാരിക്കും ചൈനയുമായിട്ട് നമ്മൾ കൂടുതൽ അടുത്തു എന്നുള്ളതല്ല. നമ്മളല്ല അടുത്തത്, ചൈനയാണ് കൂടുതൽ അടുത്തോണ്ടിരിക്കുന്നത്. കാരണം ചൈനയെ സംബന്ധിച്ച് ചൈനയ്ക്ക് നന്നായി അറിയാം അമേരിക്കയെ. കാരണം റഷ്യ ഉക്രൈൻ യുദ്ധം തീർന്നു കഴിഞ്ഞാൽ ആദ്യം പണിവാങ്ങുന്ന രാജ്യങ്ങളിലൊന്ന് ചൈനയായിരിക്കും. കാരണം അമേരിക്കയുടെ ഏറ്റവും വലിയ ടാർഗറ്റ് ചൈനയാണ്. രണ്ടാമത്തെ കാര്യം, പണി വാങ്ങിയില്ലെങ്കിലും ചൈനയ്ക്ക് അതൊരു വെല്ലുവിളിയായിരിക്കും. കാരണം ലോകത്തെ രണ്ട് സാമ്പത്തിക ശക്തിയാണ് അമേരിക്കയും ചൈനയും, നമ്മളല്ല. അമേരിക്കയുടെ ശത്രു ആരെന്ന് വെച്ചാൽ ചൈന തന്നെയാണ്.
അമേരിക്ക 1-ാം സ്ഥാനത്തും ചൈന 2-ാം സ്ഥാനത്തും. 2-ാം സ്ഥാനത്താണെന്ന് മാത്രമല്ല, അതിവേഗം വളരുന്ന സമ്പദ് വ്യവസ്ഥകളിൽ ഒന്നാണ് ചൈന. മറ്റൊന്ന് ഇന്ത്യയാണ്, വളരെ വേഗത്തിൽ വളരുന്ന സമ്പദ് വ്യവസ്ഥ. അപ്പോൾ സ്വാഭാവികം വളരെ വേഗത്തിൽ വളരുന്ന സമ്പദ് വ്യവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമേരിക്കയ്ക്ക് ഒരു വലിയ വെല്ലുവിളി തന്നെയാണ്. അത് ചൈനയ്ക്ക് നന്നായി അറിയാം, അമേരിക്കയ്ക്ക് നന്നായി അറിയാം. അപ്പോൾ ചൈന എന്താണ് നോക്കുന്നത്? കൂടുതലും അതിർത്തികൾ സേഫാക്കുക എന്നുള്ളതാണ്. കാരണം മറ്റൊരു അതിർത്തി റഷ്യയാണ്. വലിയൊരു ലോങ് അതിർത്തി റഷ്യയുമായിട്ട് ഉണ്ട്. അവരെയും വെറുപ്പിക്കാൻ പറ്റില്ല, ഇന്ത്യയും വെറുപ്പിക്കാൻ പറ്റില്ല. പിന്നെ ആകെ ഉള്ളത് പാകിസ്ഥാനാണ്. അവന്മാർക്ക് പിന്നെ നമ്മൾ ചുമ്മാ കൂടെ നിന്ന് ഫോട്ടോ എടുത്താലും അവർ തൃപ്തരാണ്. കാരണം അവർക്ക് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. അവരിന്ന് അമേരിക്കയിലൂടെയാണ്, അങ്ങനെയാണ്. പിന്നെ അവർ ഒരുപാട് മുതൽ മുടക്കിയിട്ടുണ്ട് പാകിസ്ഥാനിൽ. ഇതിൻ്റെയൊക്കെ ഒരു പശ്ചാത്തലത്തിലാണ് അന്ന് റഷ്യയെ കൂടെ കൺവിൻസ് ചെയ്യിച്ചുകൊണ്ടാണ് നമ്മൾ ഓപ്പറേഷൻ സിന്ദൂറിൽ പണി നടത്തിയത്. ചൈനയുടെ ഭാഗത്തുനിന്ന് ഡയറക്റ്റ്ലി ഒരു സഹായവും പാകിസ്ഥാന് കിട്ടിയില്ല. പക്ഷെ പറയുന്നത് അവരുടെ ഉപഗ്രഹ ചിത്രങ്ങൾ നൽകിയിരുന്നു എന്നാണ്. പക്ഷെ ആ ഉപഗ്രഹ ചിത്രങ്ങൾ കൊണ്ട് അവർക്ക് പ്രയോജനം ഉണ്ടായില്ലല്ലോ. അതായത് നമ്മുടെ സൈനിക മൂവ്മെന്റുകൾ അറിയുവാനുള്ള ഉപഗ്രഹ ചിത്രങ്ങളുടെ സഹായം ചൈന നൽകിയിരുന്നു പാകിസ്ഥാന്. പക്ഷെ അതുകൊണ്ട് പ്രയോജനം ഉണ്ടായില്ലല്ലോ. രാപകൽ നിന്ന് അടിമേടിച്ചില്ലേ. അവർ പ്രതീക്ഷിക്കാത്ത കേന്ദ്രങ്ങളെല്ലാം പോയിട്ട് ബ്രഹ്മോസ് വീണില്ലേ. അപ്പോ എന്താണ് ഈ ഉപഗ്രഹ ചിത്രങ്ങൾ കൊടുക്കുന്നത്? എന്താണ് സൈന്യത്തിന്റെ മൂവ്മെന്റ് എന്നറിയാനാണ്. ഏത് ഏരിയയിലാണ് ഇവരുടെ S-400 വെച്ചിരിക്കുന്നത്, ഏത് ഏരിയയിലാണ് ഇവരുടെ വ്യോമത്താവളം നിൽക്കുന്നത്, സജ്ജമായി നിൽക്കുന്ന വ്യോമ വിമാനങ്ങൾ എവിടെയാണെന്നൊക്കെ അറിയാനാണ്. അത് കിട്ടിയിട്ടും കാര്യമില്ല. അത് നോക്കാനുള്ള സമയം കൊടുത്തില്ലല്ലോ. പടം പ്രിന്റ് അടിച്ച് പുറത്തു വന്നപ്പോഴത്തേനും ബോംബ് വീണ് തകർന്നില്ലേ. അതേ രീതിയിലാണ് പോയത്. അപ്പം എനിക്കിപ്പോഴും സംശയമുണ്ട്, ആ കൊടുത്തതും ഈ ചൈന കൊടുത്ത പണിയാണോന്ന് അറിയത്തില്ല പാകിസ്ഥാൻ. ഒരു പക്ഷേ ഈ വ്യാജ ചിത്രങ്ങളും ചിലപ്പോൾ ചൈനയായിട്ട് നമുക്ക് ഒന്നും നമ്പാൻ പറ്റത്തില്ല, കുടിച്ച വെള്ളത്തിൽ വിശ്വസിക്കാൻ പറ്റത്തില്ല. വ്യാജ ചിത്രങ്ങളും ചിലപ്പോൾ കൊടുത്തു കളയും. അങ്ങനെയാണോന്ന് അറിയില്ല, നമുക്ക് പിന്നീട് അതൊക്കെ മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ്. അപ്പം ഇത് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ചൈനയെ സംബന്ധിച്ച് പറയണമെങ്കിൽ അവർക്ക് എങ്ങനെയെങ്കിലും അവർക്ക് നിലനിന്ന് മുമ്പോട്ട് പോയേ പറ്റൂ. കാരണം ഈ താരിഫും കാര്യങ്ങളും വരുമ്പോഴത്തേനും അവരുടെ പ്രധാനപ്പെട്ട വിപണി അടയുകയാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് അവർക്ക് അത്, കാരണം അവരുടെ 77% കാര്യങ്ങളും ഉൽപ്പന്നങ്ങളും കയറ്റി വിട്ടുകൊണ്ടിരുന്ന അമേരിക്കയിലേക്കാണ്. അപ്പൊ അതൊരു ബ്ലോക്കിന് ഭാവിയിൽ വന്നാൽ, ഇപ്പോഴെന്തെങ്കിലും തട്ടിമുട്ടി പോകുന്നുണ്ടെങ്കിലും ഏത് നിമിഷവും അത് വന്നാൽ അവർക്ക് ബാലൻസ് ചെയ്ത് മുമ്പോട്ട് പോകണം. അപ്പൊ ഇങ്ങനെ നിൽക്കുന്ന സാഹചര്യം. ഈ സാഹചര്യത്തിലാണ് ഈ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിക്ക്, തെഹ്രീക്കെ താലിബാനും ഒക്കെ അവിടെ വലിയ ജനപ്രീതി ഉയരുന്നത്. അതിനൊരു കാരണമുണ്ട്. ഇവരെ ഭീകര സംഘടന എന്ന് പറയുമ്പോൾ ശ്രദ്ധേയമായ ഒരു കാര്യം, ഈ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി ബലൂചിസ്ഥാൻ ഒരു സമാന്തര ഭരണം തുടങ്ങിയിട്ട് നാളുകളേറെയായി. അവിടുത്തെ സർക്കാർ സംവിധാനങ്ങൾ ടോൾ പിരിക്കുന്നവരാണ്. ഈ എന്താണ് പറയുന്നത്, അതിർത്തി ചെക്ക് പോസ്റ്റുകൾ അവർ സ്ഥാപിച്ചിട്ടുണ്ട്. ടോൾ പിരിക്കുന്ന അങ്ങനെയാണ്. അവിടുത്തെ ജനങ്ങളുടെ ഈ സാധാരണ കാര്യങ്ങളെല്ലാം നടപ്പാക്കുന്നത് എല്ലാം ഇവരാണ്. അപ്പൊ അവരെയാണോ കാണുന്നത്, അല്ലാതെങ്കിൽ ഇസ്ലാമാബാദിനെയാണ് അവർ കാണുന്നത്? അതാണ് അതിനകത്ത് ഒരു പ്രധാന വ്യത്യാസം. പിന്നെ ഇപ്പോൾ ധനുഷ് പറഞ്ഞത് 12 അതോ 14 എന്ന് എനിക്കൊരു സംശയമുണ്ട്. ഏതായാലും അത്രയും പ്രവിശ്യയായി 12. അപ്പൊ അത്രയും പ്രവിശ്യ തിരിക്കുമെന്ന് പറയുന്നതിനകത്ത് ഒരു കാര്യമുണ്ട്. കാരണം ഈ ബലൂചിസ്ഥാൻ എന്ന് പറയുന്ന ഒരു ഒറ്റ ജനതയല്ല. അതിനകത്ത് തന്നെ 18ഓളം ഗോത്രവർഗ വിഭാഗങ്ങളുണ്ട്. ഗോത്ര ജനതയാണ് അവിടെ കിടക്കുന്നത് കൂടുതലും. അപ്പം അതുകൊണ്ടാണ് ഇവർക്ക് കൂടുതൽ അങ്ങോട്ടേക്ക് കയറി വരാൻ പറ്റാത്തത്. കാരണം ഈ സുന്നികളുടെ ഇതല്ലല്ലോ ഇപ്പുറത്ത് കിടക്കുന്നത്. അപ്പൊ ഈ ഗോത്രവർഗം ഇതിനകത്തും ഉണ്ട്, സുന്നി വിഭാഗം. ഈ ഗോത്രവർഗത്തിൽ നിന്ന് തന്നെ ഡൈവേർട്ടായിട്ട് സുന്നികളായവരും ഷിയാളായവരൊക്കെ ഉണ്ട്. അപ്പൊ ഈ ഗോത്രവർഗങ്ങൾക്കായിട്ട് ഓരോ ഏരിയ ഡിവൈഡ് ചെയ്ത് കൊടുക്കാം, സ്വയംഭരണ പ്രദേശങ്ങളായി ഡിവൈഡ് ചെയ്ത് കൊടുക്കാം. ഇതൊക്കെയാണ് ഈ ബലൂചിസ്ഥാനികളുടെ ഈ മുദ്രാവാക്യങ്ങൾ പ്രധാനമായുള്ളത്. ഞങ്ങൾ അധികാരം പിടിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ ഒറ്റയ്ക്ക് ഭരിക്കത്തില്ല, നിങ്ങൾക്ക് സ്വാധീനമുള്ള നിങ്ങളുടെ മേഖലകൾ, ഗോത്രവർഗ മേഖലകൾ സ്വയംഭരണ അധികാരമുള്ള മേഖലകളായി നിങ്ങൾക്ക് നൽകാം എന്നൊക്കെ ഉള്ള കുറെ ഡിമാൻഡ്സുകൾ വെച്ചിട്ടുണ്ട്. ഇതുകൊണ്ടാണ് ഇവരിതിനെ പിന്തുണയ്ക്കുന്നത്. അതുകൊണ്ടാണ് പറയുന്നത് ബലൂചിസ്ഥാൻ ഇത് അവർക്ക് എളുപ്പത്തിൽ നടത്താൻ പറ്റും. ഓരോ പ്രവിശ്യയായിട്ട് സ്വതന്ത്രം പ്രഖ്യാപിക്കുന്നത് എളുപ്പത്തിൽ സാധിക്കുന്ന ഒരു കാര്യമാണ്. വളരെ സിമ്പിൾ. അതായത് ഇനി ഒരു അടി ഇന്ത്യ കൊടുത്താൽ, ഇനി ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം ഉണ്ടായാൽ ഉറപ്പായിട്ട് ബലൂചിസ്ഥാൻ എന്ന് പറയുന്ന ഒരു രാജ്യമുണ്ടാകാം, ഇല്ലെങ്കിൽ ഒരു പ്രദേശമുണ്ട്. ആ രാജ്യത്തെ എല്ലാവരും അംഗീകരിക്കണമെന്നില്ല, അത് വർഷങ്ങളെടുക്കും. ഒരു പ്രദേശം ഉയർന്നു വരും. ഒപ്പം തന്നെ ഖൈബർ പഖ്തൂൺ മേഖലയിൽ പുതിയൊരു ഭരണകൂടം വരും. പിന്നീട് ഈ ഭരണകൂടങ്ങളുടെ ലക്ഷ്യം ഇസ്ലാമാബാദ് ആയിരിക്കുകയും ചെയ്യും. അതുവരെ ഇസ്ലാമാബാദ് ഉണ്ടെങ്കിൽ ആയിരിക്കുകയും ചെയ്യും. ഏതായാലും ഒരു വലിയ നീക്കം തന്നെ നടക്കുന്നു. കാരണം ഏത് നിമിഷവും ഒരു അടി പൊട്ടുമെന്നുള്ള കാര്യം നമ്മൾ നേരത്തെ മുതൽ തന്നെ പറയുന്നതാണ്. ഇന്നലെ നമ്മളെ പറഞ്ഞ CDS പറഞ്ഞ ഒരു കാര്യം കൂടെ വളരെ ശ്രദ്ധേയമാണ്. CDS പറയുന്നത് ഇപ്പോഴുണ്ടായിരിക്കുന്നത് ഒരു വളരെ ദുർബലമായിട്ടുള്ള ഒരു വെടിനിർത്തലാണെന്നാണ് പറഞ്ഞത്. വളരെ ദുർബലമായ ഒരു വെടിനിർത്തലാണ് എന്ന് അദ്ദേഹം പറയുന്നതിന് കാര്യം, അടിക്കും ഇല്ല അടി പൊട്ടും. കാരണം വെടിനിർത്തൽ എന്ന് പറഞ്ഞാൽ തന്നെ അതിനൊരു വലിയ വാല്യൂ ഇല്ല. ഞാൻ എപ്പോഴും പറയാം, ഉത്സവപ്പറമ്പിൽ അടി കൂടുന്ന രണ്ടുപേരെ പിടിച്ചു മാറ്റുന്ന ആ നിമിഷത്തെയാണ് നമ്മൾ വെടിനിർത്തൽ എന്ന് പറയുന്നത്. പിടിച്ചു മാറ്റിയവർ പിന്നെ തല്ലും, പിന്നെ കാത്തിരുന്ന് തല്ലും, ഗുണ്ടാപ്പണി ചെയ്യും, ഒക്കെ സംഭവിക്കാം. അന്നേരം നമ്മൾ പിടിച്ചു മാറ്റി നിർത്തും. മിണ്ടരുത് എന്ന് പറഞ്ഞ് നിൽക്കുന്ന ഒരു നിമിഷം ഉണ്ടല്ലോ, ആ നിമിഷത്തെയാണ് നമ്മൾ ലോകത്ത് എവിടെ വെടിനിർത്തലുണ്ടായാലും നമ്മൾ അതിനെയാണ് വെടിനിർത്തൽ എന്ന് പറയുന്നത്. ലോകത്ത് എവിടെങ്കിലും വെടിനിർത്തൽ ഉണ്ടായിട്ട് നൂറ്റാണ്ടുകളോളം വെടിനിർത്തി ഇരുന്നിട്ടുണ്ടോ? ഏറ്റവും വലിയ കോമഡി നമ്മുടെ ഇവിടെയാ, ഇസ്രായേൽ, ഗസ.
ഒരു മാസത്തിൽ 10 വെടിനിർത്തൽ പ്രഖ്യാപിക്കും. രാവിലെ വെടിനിർത്തൽ, വൈകിട്ട് വെടിവെക്കൽ, വൈകുന്നേരം വെടിവെക്ക്, രാവിലെ വെടി. ഇത് തന്നെയാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. വലിയ കരാറൊക്കെ ഉണ്ടാക്കി പുള്ളി ഈ അടുത്ത ലേറ്റസ്റ്റ് മോഡൽ വെടിനിർത്തൽ കൊണ്ടുവന്നതും ഇസ്രായേലാണ്. അവര് ഒരു വെടിനിർത്തൽ കൊണ്ടുവന്നത്, അത് ധനുഷ് തന്നെയാണ് ഇവിടെ പറഞ്ഞതെന്ന് എനിക്ക് തോന്നുന്നു. രാവിലെ 6 മണി മുതൽ വൈകിട്ട് 6 മണി വരെ വെടിനിർത്തൽ. രാവിലെ 10 മണി മുതൽ വൈകുന്നേരം 6 മണി വരെ വെടിനിർത്തൽ. അത് വല്ലാത്തൊരു വെടിനിർത്തലായി പോയി കേട്ടോ. ഈ 6 മണിക്ക് ശേഷം ഇവന്മാർ 10-നും 6-നും ഇടാനിരുന്ന മെസ്സേജുകൾ കൂടെ ചേർത്തിടും, രാത്രി കൊണ്ടിടും. രാത്രി 6 മണി കഴിയുമ്പോൾ തന്നെ ഈ പകലുള്ള മിസൈലെല്ലാം കൂടെ വായിക്കൊണ്ട് രാത്രി ഇടും. അങ്ങനത്തെ അതാ ഞാൻ പറഞ്ഞത്, അതിനകത്തൊന്നും ഒരു കാര്യമില്ല ഉണ്ടാകും. പക്ഷെ അത് ഉത്സവ സീസൺ കൂടെ അടുത്ത് വരുന്നു. കാരണം ട്രംപിനെ സംബന്ധിച്ച് നിർണായകമാണ്. ട്രംപ് ഇപ്പോൾ അവസാന വാണിംഗ് കൊടുത്തിട്ടുണ്ട്. 2 ആഴ്ചയോടെ ഞാൻ ക്ഷമിക്കുക, എന്റെ എല്ലാ ക്ഷമയുടെ നെല്ലിപ്പലയൊക്കെ തീർന്നിരിക്കുന്നു. അപ്പൊ 2 ആഴ്ചക്കുള്ളിൽ മൊത്തത്തിൽ ഒരു കണക്കിന് പുള്ളി ഒരുങ്ങിയിട്ടുണ്ട്. അത് പുള്ളിക്ക് തന്നെ നന്നായിട്ട് അറിയാം ഈ താരിഫും ഉപരോധം കൊണ്ടൊന്നും വലിയ കാര്യമില്ലെന്ന്. അപ്പൊ എന്ത് പറ്റും, ഈ പാകിസ്ഥാനെയൊക്കെ പതുക്കെ ഈ പുറകിൽ നിന്ന് ട്യൂൺ ചെയ്ത് കൊടുത്തിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാൻ പറയും, പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കാൻ പറയും. അങ്ങനെ ഒരു സംഘർഷം വരുമ്പോൾ തന്നെ ഇവരൊക്കെ ഒന്നും നിൽക്കുമല്ലോ, അവിടെ ഒരു റോൾ എടുക്കാവുന്നതാണ് പുള്ളിയുടെ അടുത്ത ഒരു നീക്കം എന്ന് തോന്നുന്നു. ഏതായാലും നമ്മൾ പിന്നെ പ്രിപ്പയർഡ് ആയിട്ട് തന്നെ നിൽക്കുന്ന ഒരു രാജ്യമായതുകൊണ്ട് വലിയ കുഴപ്പങ്ങളൊന്നുമില്ല, മുമ്പോട്ട് പോകും.